أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الدرس التاسع وانبدامة درس باب الأمر الحاضر بناء الأمر الحاضر أمر حاضر بناء ചെയ്യുക أمر حاضر ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചാണ് അൽ അംറു ബിസ്സീഗതി ഈ അംറുൽ ഹാദിർ എന്ന് പറഞ്ഞാൽ അൽ അംറു ബിസ്സീഗ അതിന്റെ പദം തന്നെ അംറിൻ്റെതാണ് സീഗ കൊണ്ട് പദം കൊണ്ട് അമ്രായ ഫിഅൽ അതാണ് അംറുൽ ഹാദിർ എന്ന് പറഞ്ഞാൽ അതിന്റെ രൂപം തന്നെ അമ്രിൻ്റെതാണ് ഹുവ ഈ അൽ അംറു ബിസ്സീഗ എന്ന് പറഞ്ഞാൽ ഹുവ അംറുൽ ഹാദിരി അതാണ് അംറുൽ ഹാദിർ വഹുവ ജാരിൻ അത് നടക്കുന്നതാണ് അലാ ലഫ്ദിൽ മുദാരിഇൽ മജ്സൂമി മജ്സൂമായ മുദാരിഇന്റെ ലഫ്ദിന്റെ മേൽ നടക്കുന്നതാണ് ഫഇൻ കാന മാ ബഅദ ഹർഫിൽ മുദാറഅത്തി മുതഹർരികൻ ഈ ഒരു ഫിഅലിന്റെ മുദാറഅത്തിന്റെ ഹർഫിന് ശേഷമുള്ള ഹർഫ് ഹറക്കത്തുള്ളതാണെങ്കിൽ ഫതസ്ഖുതു മിൻഹു ഹർഫുൽ മുദാറഅത്തി അതിൽ നിന്ന് മുദാറഅത്തിന്റെ ഹർഫ് കൊഴിഞ്ഞു പോകും വതഅതി ബിസൂറത്തിൽ ബാക്കി എന്നിട്ട് ബാക്കിയുള്ള രൂപത്തെ നീ കൊണ്ടുവരും മജ്സൂമൻ ജസ്മ് ചെയ്യപ്പെട്ടതായ നിലയിൽ കൊണ്ടുവരും ഫതസ്ഖുതു മിൻഹു അതിൽ നിന്ന് നീ കളയും ഹർഫൽ മുദാറഅത്തി മുദാറഅത്തിന്റെ ഹർഫിനെ വതഅതി നീ കൊണ്ടുവരികയും ചെയ്യും ബിസൂറത്തിൽ ബാക്കി ബാക്കിയുള്ള രൂപത്തെ മജ്സൂമൻ ജസ്മ് ചെയ്യപ്പെട്ട നിലയിൽ നീ കൊണ്ടുവരികയും ചെയ്യും ഫതഖൂലു ഫിൽ അംരി അപ്പോൾ അംറിൽ നീ പറയും മിൻ തുദഹ്രിജു തുദഹ്രിജു എന്ന അംറിൽ നീ പറയും ദഹ്രിജ് ദഹ്രിജാ ദഹ്രിജു ദഹ്രിജി ദഹ്രിജ ദഹ്രിജ്ന ഇങ്ങനെ പറയും അതുപോലെ ഖദ്ദമ യുഖദ്ദിമു അതിൻ്റെ അമ്രിൽ തുഖദ്ദിമു നീ ഒരു പുരുഷൻ മുന്തിക്കും എന്നർത്ഥം വരുന്ന തുഖദ്ദിമു അതിൻ്റെ അമ്രിൽ നിന്ന് നീ പറയും ഖദ്ദിം ഖദ്ദിമ ഖദ്ദിമു ഖദ്ദിമി ഖദ്ദിമ ഖദ്ദിംന എന്ന് നീ പറയും വഹാകദ അപ്രകാരം തന്നെ നീ പറയും ഫി ഖാതല ഖാതലയിൽ ഖാതിൽ ഖാതില ഖാതിലു ഖാതിലി ഖാതില ഖാതിൽന അങ്ങനെ തകസ്സറ യതകസ്സറു തതകസ്സറു അവിടെ തകസ്സർ തകസ്സറ തകസ്സറു തകസ്സരി തകസ്സറ തകസ്സർന അതുപോലെ തബാഅദ യതബാഅദു തതബാഅദു തബാഅദ് തബാഅദ തബാഅദു തബാഅദി തബാഅദ തബാഅദ്ന തദഹ്റജ യതദഹ്റജു തതദഹ്റജു അവിടെ തദഹ്റജ് തദഹ്റജ തദഹ്റജു തദഹ്റജി തദഹ്റജ തദഹ്റജ്ന ഇങ്ങനെ പറയും. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഒരു മുദാരി ആയ ഫിഅൽ ആ മുദാരി ആയ ഫിഅലിന്റെ ഹാദിർ എടുക്കുക. അതായത് നമ്മളിപ്പം യഫ്അൽ യഫ്അലാനി യഫ്അലൂന അത് ഗായിബാണ്. തഫ്അലു തഫ്അലാനി യഫ്അൽന അത് മുഅന്നസ് ഗായിബാണ്. പിന്നെ തഫ്അലു തഫ്അലാനി തഫ്അലൂന അതെന്താണ് മുദക്കർ ഹാദിറാണ്. അത് അവിടെ മുതൽ തഫ്അലീന തഫ്അലാനി തഫ്അൽന ഇവിടെ നിന്നാണ് നമ്മൾ അംറ ഹാദിർ എടുക്കുക. അംറ ഹാദിർ ഉണ്ടാക്കൽ ഇവിടെ നിന്നാണ് തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന ഈ സെറ്റിൽ നിന്നാണ് അംറ ഹാദിർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ഒരു ഫിഅലിന്റെ മുദാരി ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിസ്സകരിൽ ഹാദിരി ഈ സീഗ സ്യൂട്ടബിൾ ആവുന്ന ഒരു ഫിഅലാണ്ട് എടുക്കും. അപ്പോൾ അതിന് പെട്ട ഒരു ഫിഅലാണ് ഇപ്പം ദഹ്റജ. ദഹ്റജന്റെ ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിസ്സകരിൽ ഹാദിരി വദ്ദമീറുൽ മുസ്തതർ ഫീഹി അൻത ഏതാണ്? തുദഹ്രിജു ദഹ്റജ യുദഹ്രിജു യുദഹ്രിജു യുദഹ്രിജാനി യുദഹ്രിജൂന മുദക്കർ ഗായിബ് തുദഹ്രിജു തുദഹ്രിജാനി യുദഹ്രിജ്ന മുഅന്നസ് ഗായിബ് പിന്നെ തുദഹ്രിജു തുദഹ്രിജാനി തുദഹ്രിജൂന അവിടെ എന്താണ്? അത് മുദക്കർ ഹാദിറാണ്. ആ മുദക്കർ ഹാദിറിന്റെ സീഗ നമ്മളാണ് എടുക്കും. എന്നിട്ട് അപ്പോൾ തുദഹ്രിജു എന്നിട്ട് അതിന്റെ മുദാറഅത്തിന്റെ ഹർഫിനാണ് തട്ടും. അപ്പം എന്തായി? ദഹ്രിജു എന്നാകും. എന്നിട്ട് അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യും. ഇവിടെ മൂപ്പര് ജസ്മ് ചെയ്യുന്ന പറഞ്ഞത് അത് തെറ്റാണ്. ജസ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു സാധനം വന്നാണ്ടിട്ട് ഒരു ഫിഅലിന്റെ അവസാനത്തിൽ ചെയ്യുന്ന സുക്കൂനാണ്. ഇപ്പൊ ലം വന്നാണ്ടിട്ട് മുദാരി ആ ഫിഅലിന്റെ അവസാനത്തിൽ ചെയ്ത സുക്കൂനാണ് ജസ്മ് എന്ന് പറയാം. ഇവിടെ പുറത്തുനിന്ന് ഒരാളും വരാനൊന്നുമില്ല. ഒരു ഫിഅലിനെ മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. മുദാരി ആയ ഫിഅലിനെ അംറ് ഫിഅലാക്കി മാറ്റുകയാണ്. അപ്പൊ അവിടെ പുറത്തുനിന്ന് ഒരാൾ വന്നാണ്ടിട്ട് ഇതിന് സുക്കൂൻ ചെയ്യാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ ജസ്മൊന്നുമില്ല. നേരെ മറിച്ച് മുദാരി ആയ ഫിഅലിനെ അംറ് ഹാദിറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ചെയ്യും അതിന്റെ തുടക്കത്തിലുള്ള മുദാറഅത്തിന്റെ ഹർഫിനെ കളയും. അപ്പോൾ എന്തായി? തുദഹ്രിജു തുദഹ്രിജു എന്നാകും. എന്നിട്ട് അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യും. അപ്പൊ ദഹ്രിജ് എന്നാകും.
ഇവിടെ ഇനി വേറെ ടക്രേഷൻ വർക്കൊന്നുമില്ല. കാരണം മുളാറഅത്തിന്റെ ഹർഫിനെ അതിന്റെ ശേഷമുള്ള അക്ഷരത്തിന് ഫതഹത്താണ് എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യാൻ മതി. അപ്പൊ തുദഹ്രിജു എന്നുള്ളടത്ത് താ മുളാറഅത്തിന്റെ ഹർഫാണ്. അതൈന എന്ന് നമ്മൾ പറഞ്ഞില്ലേ, മുളാറഅത്തിന്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? യാ, താ, പിന്നെ അലിഫ്, ഹംസ, നൂന്. യാ, താ, ഹംസ, നൂന്. ഇതാണ് മുളാറഅത്തിനൊരു ഫിഅലിനെ മുളാരിയിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ തുടക്കത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഹർഫുകൾ. ആ മുളാറഅത്തിന്റെ ഹർഫിനാണ്ട് ഒഴിവാക്കും. കാരണം ഇത് ഈ ഫിഅൽ മുതൽ മുളാരി അല്ല, ഇത് അംറ് ഹാദിറാണ്. അപ്പൊ അംറ് ഹാദിർ ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മുളാറഅത്തിന്റെ അടയാളം ഒഴിവാക്കണം. അപ്പൊ ആ താഇനെ ഒഴിവാക്കി. അപ്പൊ എന്താ പിന്നുള്ള ദഹ്രിജു എന്നാണ്. അപ്പൊ മുളാറഅത്തിന്റെ അക്ഷരം അതാണ്ട് ഒഴിവായി പോയപ്പോൾ പിന്നെ അടുത്തുള്ള അക്ഷരം ദാലാണ്. ആ ദാലിന്റെ ഹറക്കത്ത് എന്താണ്? ഫതഹത്താണ്. അപ്പൊ അവിടെ ഇനി ഒന്നും ചെയ്യാനില്ല, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്താൽ മതി. ദഹ്രിജ്, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ അതുപോലെ തുദഹ്രിജു, തുദഹ്രിജാനി, ഈ തുദഹ്രിജാനിന്റെ അവിടെ നമ്മൾ എന്താ ചെയ്യുക? താഇനെ കളയും. അപ്പം ദഹ്രിജാനി എന്നാകും. പിന്നെ അവസാനത്തുള്ള നൂനിനെയാണ് കളയും. അപ്പൊ ദഹ്രിജാ. തുദഹ്രിജൂന നമ്മൾ താഇനെ കളയും. അപ്പൊ ദഹ്രിജൂന എന്നാകും. അവസാനത്തുള്ള നൂനിനെയാണ് കളയും. അപ്പൊ ദഹ്രിജു എന്നാകും. ഇങ്ങനെയാണ് അംറ് ഹാദിർ ഉണ്ടാക്കുക. അതുപോലെ തുദഹ്രിജീന, നീ ഒരു സ്ത്രീ ഉരുട്ടും എന്നർത്ഥം വരുന്ന തുദഹ്രിജീന, താഇനെ കളയും. അപ്പൊ ദഹ്രിജീന എന്നാകും. അവസാനത്തുള്ള നൂനും കളയും. അപ്പൊ ദഹ്രിജി എന്നാകും. അപ്പൊ അങ്ങനെ തലയും വാലും കൊണ്ട് തട്ടുക എന്നുള്ളതാണ് ഇവിടെ. തുദഹ്രിജു, തുദഹ്രിജാനി, തുദഹ്രിജീന, തുദഹ്രിജീന, തുദഹ്രിജാനി. ഇവിടം വരെ സംഭവിക്കാനുള്ള എന്താണ്? തലയും വാലും തട്ടലാണ്. അടുത്തതായിട്ട് തുദഹ്രിജീന, തുദഹ്രിജാനി, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഉരുട്ടും. താഇനെ തട്ടി, ദഹ്രിജാനി, നൂനിൻ തട്ടി, ദഹ്രിജ. പിന്നെ തുദഹ്രിജിന, അവിടെ താഇനെ മാത്രം തട്ടുള്ളൂ. അപ്പൊ എന്തായി? ദഹ്രിജിന. നൂനെ തട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? നൂന് ദ്വമീറാണ്. നമ്മൾ ദഹ്രിജ എന്ന് പറഞ്ഞുകൊടുത്ത് അലിഫുൽ ഇസ്നൈനെ തട്ടിയില്ല, കുമ എന്നുള്ള ഷോർട്ട് ഫോമിനെ തട്ടില്ല. ദഹ്രിജു എന്ന് പറഞ്ഞുകൊടുത്ത് വാവുൽ ജമാഅത്തിനെ തട്ടിയിട്ടില്ല. അതിന്റെ തൊട്ടടുത്ത് വരുന്ന നൂനിനാണ് തട്ടിയത്. അത് ദ്വമീറല്ല, അതിന് റഫ്ഇന്റെ നൂന് എന്ന് പറയും. നമുക്ക് നഹ്വിൽ കുറച്ചും കൂടി വിശദമായിട്ട് പഠിക്കാം. അത് ദ്വമീറല്ല. പിന്നെ തുദഹ്രിജീന എന്ന് പറഞ്ഞുകൊടുത്തുള്ള നൂന്, അതിന് നമ്മൾ തട്ടി. യാഇനെ തട്ടിയിട്ടില്ല അവിടെ. യാ എന്താണ്? അന്തി എന്നുള്ള ഷോർട്ട് ഫോം ആണ് യാ. അതിനെ നമ്മൾ തട്ടിയിട്ടില്ല. അതുപോലെ തുദഹ്രിജ എന്ന് പറഞ്ഞു, തുദഹ്രിജാനി എന്ന് പറഞ്ഞുകൊടുത്തുന്ന താഇനും തട്ടി, നൂനും തട്ടി, ദഹ്രിജ എന്നാക്കി. ദഹ്രിജി, ദഹ്രിജ. അവിടെ എന്തായി? അലിഫുൽ ഇസ്നൈനി, അൻതുമ എന്നുള്ള ഷോർട്ട് ഫോമായ അലിഫുൽ ഇസ്നൈനി ഉണ്ടാണ്. അതിന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ തുദഹ്രിജിന എന്ന് പറഞ്ഞുകൊടുത്തുള്ള ന എന്താണ്? അന്തുന്നയുടെ ഷോർട്ട് ഫോമാണ്. അതിനും തൊടാൻ പറ്റൂല. ഇവിടെ ഒന്നും നിങ്ങൾ ദ്വമീറിനെ തൊട്ടില്ലെങ്കിൽ പിന്നെ ആ ദ്വമീറിന് തൊടാൻ പറ്റില്ല. അവിടുത്തെ നൂൻ എന്താണ്? ദ്വമീറിന്റെ നൂനാണ്. മറ്റോടത്തെ നൂൻ എന്താണ്? അത് ദ്വമീറിന്റെ നൂനല്ല, റഫ്ഇന്റെ നൂന് എന്ന് പറയും. അതിനെക്കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നഹ്വിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പൊ അവിടെ തുദഹ്രിജിന, ദഹ്രിജിന എന്നായി മാറും. അവിടെ ഒറ്റ പണി ചെയ്താൽ മതി. തുദഹ്രിജുനന്റെ അവിടെ ഒറ്റ പണി ചെയ്താൽ മതി, താഇനെ എത്തിയാൽ മതി, വേറൊരു പണിയും ചെയ്യാം. ബാക്കിയൊക്കെ സിംഗം ചെയ്തോളും എന്ന് പറഞ്ഞില്ലേ. എന്ന മാതിരി ബാക്കിയുള്ള പണികളൊക്കെ ഓൾറെഡി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ദഹ്രിജിന ഇങ്ങനെ. അതുപോലെ തുഖദ്ദിമു, യുഖദ്ദിമു, യുഖദ്ദിമാനി, യുഖദ്ദിമൂന മുദക്കറു ഗായിബ്. തുഖദ്ദിമു, തുഖദ്ദിമാനി, യുഖദ്ദിംന മുഅന്നസ് ഗായിബ്. തുഖദ്ദിമു ഇവിടെയാണ്. ഖദ്ദമ, യുഖദ്ദിമു. അവിടെ നമ്മൾ എന്താണ് ചെയ്യുക? താഇനെ തട്ടും. അപ്പൊ ഖദ്ദിമു എന്നാകും. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യും. ഖദ്ദിം. തുഖദ്ദിമാനി എന്നുള്ളിടത്ത് താഇനും തട്ടും, നൂനും തട്ടും. അപ്പൊ ഖദ്ദിമ എന്നാകും. തുഖദ്ദിമൂനന്റെ അവിടെ താഇനും തട്ടും, നൂനും തട്ടും. അപ്പൊ തുഖദ്ദിമു എന്നാകും. തുഖദ്ദിമീന എന്നുള്ളിടത്ത് താഇനും തട്ടി, നൂനും തട്ടി, തുഖദ്ദിമി എന്നായി. തുഖദ്ദിമാനിന്റെ അവിടെ അതുപോലെ തന്നെ. തുഖദ്ദിമിന്റെ അവിടെ താഇനെ മാത്രം തട്ടും. അപ്പം ഖദ്ദിംന എന്നാകും. അപ്പൊ ഖദ്ദിം, ഖദ്ദിമ, ഖദ്ദിമു, ഖദ്ദിമി, ഖദ്ദിമ, ഖദ്ദിംന എന്നായി. അതുപോലെ ഖാത്തല, ഖാത്തലന്റെ മുളാരി യുഖാത്തിലു എന്നാണ് ഉണ്ടാകുക. യുഖാത്തിലു, യുഖാത്തിലാനി, യുഖാത്തിലുന മുദക്കറു ഗായിബ്. തുഖാത്തിലു, തുഖാത്തിലാനി, യുഖാത്തിൽന മുഅന്നസ് ഗായിബ്. തുഖാത്തിലു അവിടെയുള്ള ഹാദിർ, അംറ് ഹാദിർ അല്ലേ? അംറ് ഹാദിർ മുളാരി ഹാദിർ എന്നാണ് എടുക്കുക. അപ്പൊ എന്തായി? തുഖാത്തിലു ഫിഅലുൻ മുളാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിസ്സകരിൽ ഹാദിരി വദ്ദമീറുൽ മുസ്തതിറു ഫീഹി അൻത ഫാഇലുഹു. തുഖാത്തിലു താഇനെ തട്ടി, ഖാത്തിലു അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്തു, ഖാത്തിൽ. തുഖാത്തിലാനി താഇനെ തട്ടി, നൂനും തട്ടി, ഫഖാത്തില. പിന്നെ തുഖാത്തിലൂന, ഖാത്തിലു. തുഖാത്തിലീന, ഖാത്തിലി. തുഖാത്തിലാനി, ഖാത്തില. പിന്നെ തുഖാത്തിൽന, ഖാത്തിൽന. ഇങ്ങനെ കണ്ടു പോകും. അതുപോലെ തകസ്സറ, യതകസ്സറു.
യതകസ്സറു യതകസ്സറാനി യതകസ്സറൂന മുദക്കറു ഗായിബ്. തതകസ്സറു തതകസ്സറാനി യതകസ്സറന മുഅന്നസ് ഗായിബ്. തതകസ്സറു തതകസ്സറാനി തതകസ്സറൂന. ഇതാണ് നമ്മളെ പോയിന്റ്. നമ്മൾ ഹാദർ ഉണ്ടാക്കുന്ന ഇവിടുന്നാണ്. തതകസ്സറൂന താഇനെ തട്ടി തകസ്സറു സുക്കൂൻ ചെയ്തു അവസാനം തകസ്സർ. തതകസ്സറാനി തകസ്സറ. അതുപോലെ തതകസ്സറൂന തകസ്സറു. തതകസ്സരീന തകസ്സരി. തതകസ്സറാനി തകസ്സറ. തതകസ്സർന തകസ്സർന. അപ്പൊ തകസ്സർ തകസ്സറ തകസ്സറു തകസ്സരി തകസ്സറ തകസ്സർന. ഇങ്ങനെ ഇത് വളരെ സിമ്പിൾ ആണ്. അതുപോലെ തബാഅദ തഫാഅല മോൾഡാണ്. അതിന് മുദാരി എന്താണ് വരിക? തബാഅദ യതബാഅദു. തഫാഅല യതഫാഅലു. യതഫാഅലു യതഫാഅലാനി യതഫാഅലൂന മുദക്കറു ഗായിബ്. തതഫാഅലു തതഫാഅലാനി യതഫാഅലന മുഅന്നസ് ഗായിബ്. തതഫാഅലു തതഫാഅലാനി തതഫാഅലൂന. അവിടെയാണ് തതഫാഅലു. അവിടെ തതഖാതലു താഇനെ തട്ടി തഖാതലു എന്നായി സുക്കൂൻ ചെയ്തു അവസാനം തഖാതലു. തതഖാതലാനി തഖാതല. തഖാതൽ തഖാതല. പിന്നെ തതഖാതലൂന തഖാതലു. തതഖാതലീന തഖാതലി. തതഖാതലാനി തഖാതല. തതഖാതൽന തഖാതൽന. തഖാതൽ തഖാതല തഖാതലു തഖാതലി തഖാതല തഖാതൽന. ഇങ്ങനെയാക്കി. തതദഹ്റജ തദഹ്റജ യതദഹ്റജു. അത് വേറെ. ഇത് തതദഹ്റജു അങ്ങനെയാണ് വരിക. തദഹ്റജ യതദഹ്റജു. തദഹ്റജ യതദഹ്റജു. തഫഅലല യതഫഅലലു. ഫതദഹ്റജ മാദി. യതദഹ്റജു മുദാരി. യതദഹ്റജു യതദഹ്റജാനി യതദഹ്റജൂന മുദക്കറു ഗായിബ്. തതദഹ്റജു തതദഹ്റജാനി യതദഹ്റജ്ന മുഅന്നസ് ഗായിബ്. നാവ് കൊടുക്കുന്നുണ്ട് അല്ലേ? തതദഹ്റജു. ഇവിടുന്നാണ് നമ്മൾ പണി തുടങ്ങുന്നത്. തതദഹ്റജൂനെ താഇനെ തട്ടി അപ്പോൾ തദഹ്റജു സുക്കൂൻ ചെയ്തു തദഹ്റജ്. തതദഹ്റജാനി തദഹ്റജ. തതദഹ്റജൂന തദഹ്റജു. തതദഹ്റജീന തദഹ്റജി. തതദഹ്റജാനി തദഹ്റജാനി. തതദഹ്റജ്ന തദഹ്റജ്ന. അങ്ങനെ ആകും. അപ്പൊ തദഹ്റജ് തദഹ്റജ തദഹ്റജു. തദഹ്റജി തദഹ്റജ തദഹ്റജ്ന. അങ്ങനെ മുദക്കർ ഹാദിറാവുന്ന സമയത്ത് ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദക്കറിൽ ഹാദിരി വദമീറുൽ മുസ്തതർ ഫീഹി അൻത തതദഹ്റജു. തതദഹ്റജു അതാണ് ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിൽദക്കറിൽ ഹാദിരി വദമീറുൽ മുസ്തതർ ഫീഹി അൻത. അതിൽ നമ്മൾ താഇനും തട്ടും അവസാനത്തിന് സുക്കൂനും ചെയ്യും. പിന്നെ ബാക്കിയുള്ള ഫിഅലുകളെ മൊത്തം നമ്മൾ എന്ത് ചെയ്യും? താഇനും തട്ടും നൂനിനും തട്ടും. അവസാനത്തെ തതദഹ്റജനന്റെ അവിടെ താഇനെ മാത്രം തട്ടും, നൂനൊന്നും ചെയ്യൂല. ഇങ്ങനെയാണ് അംർ ഹാദിർ ഉണ്ടാക്കുക. ഇനിയോ ഇൻകാന മാ ബഅദ ഹർഫിൽ മുദാറഅത്തി സാക്കിനൻ. ഇനി മുദാറഅത്തിന്റെ ഹർഫിന് ശേഷമുള്ള അക്ഷരം സാക്കിനാണെങ്കിൽ നഹ്വു യദ്രിബു യക്തുബു യംനഉ എന്നൊക്കെ പറഞ്ഞതുപോലെ, അതുപോലെ ഇസ്തഖ്റജ യസ്തഖ്രിജു, യസ്തഫ്ഇലു ഇസ്തഫഅല യസ്തഫ്ഇലു പോലെ, ഇൻതലഖ യൻതലിഖു പോലെ ഇങ്ങനെയൊക്കെയുള്ള ഫിഅലുകളാണെങ്കിൽ ഫതുഹ്ദഫു മിൻഹു ഹർഫുൽ മുദാറഅത്തി. അപ്പോൾ മുദാറഅത്തിന്റെ ഹർഫായ താഇനെ തട്ടും. കേട്ടോ? വതഅതി ബി സൂറത്തിൽ ബാഖി മജ്സൂമൻ. ബാക്കിയുള്ള രൂപത്തിനെ നീ കൊണ്ടുവരും. ഫതഹ്ദിഫു മിൻഹു അതിൽ നിന്ന് നീ കളയും. ഹർഫുൽ മുദാറഅത്തി മുദാറഅത്തിന്റെ ഹർഫിനെ നീ കളയും. വതഅതി നീ കൊണ്ടുവരികയും ചെയ്യും ബി സൂറത്തിൽ ബാഖി ബാക്കിയുള്ള രൂപത്തെ മജ്സൂമൻ ജസ്മ് ചെയ്യപ്പെട്ട നിലയിൽ. അത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ജസ്മ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വേണം. ഇവിടെ പുറത്തുനിന്ന് ഒരാൾ വരണില്ല. ഈ മുദാരി ആയ ഫിഅലിനെ നമ്മൾ അംർ ഹാദിറിലേക്കാണ് മാറ്റി സ്ഥാപിക്കുകയാണ്. ഈ ഫിഅലിന്റെ രൂപം മാറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം മാറും രൂപം മാറുകയാണ്. അപ്പൊ അതെന്താണ്? ഇവിടെ ജസ്മല്ല, അതിന്റെ അവസാനത്തിൽ നമ്മൾ സുക്കൂൻ ചെയ്യുകയാണ്. മസീദൻ ഫി അവലിഹി അതിന്റെ തുടക്കത്തിൽ ജാസ്തിയാക്കപ്പെട്ട നിലയിൽ ഹംസത്ത് വസ്ലിൻ ഒരു വസ്ലിന്റെ ഹംസ ജാസ്തിയാക്കപ്പെട്ട നിലയിൽ. ഈ വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ഹംസയാണ്. അത് നമ്മൾ സംസാരത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ഉച്ചരിക്കും. ഏതുപോലെ ഉക്തുബ് ദർസക, നീ നിന്റെ ദർസ് എഴുതുക. അപ്പൊ സംസാരത്തിന്റെ തുടക്കത്തിൽ വന്നത് ആരാണ്? ഉക്തുബ് എന്ന അംർ ഫിഅലാണല്ലോ. അപ്പൊ ഹംസ ഞാൻ ഉച്ചരിച്ചു. അപ്പം പിന്നെ ഇനിയോ ഇദ്ഹബ് വക്തുബ് ദർസക, ഇദ്ഹബ് ഇജ് പോവുക. ഇദ്ഹബ് എന്ന് പറഞ്ഞിടത്ത് എന്തായി? ഞാൻ ഹംസനെ ഉച്ചരിച്ചിട്ടുണ്ട്. പിന്നെ വക്തുബ് ദർസക, പോയി നീ നിന്റെ ദർസ് എഴുതുകയും ചെയ്യുക. അവിടെ വക്തുബ് എന്ന് പറഞ്ഞിടത്ത് എന്തായി? ഉക്തുബ് എന്ന് ഞാൻ പറഞ്ഞില്ല, ഹംസനെ തട്ടി. ഈ ഹംസക്കാണ് വസലിന്റെ ഹംസ എന്ന് പറയാം. സംസാരത്തിന്റെ ഇടയിൽ വരുമ്പം ആ ഹംസ ഔട്ടാവും. സംസാരത്തിന്റെ
ഇടയിൽ വരുമ്പം ആ ഹംസ ഔട്ടാവും. തുടക്കത്തിൽ വരുമ്പോൾ ആ ഹംസ അവിടെ നിലനിൽക്കും. ഒരു സ്ഥിരത ഇല്ലാത്തൊരു ഹംസ ആയതുകൊണ്ടാണ് വസ്ലിന്റെ ഹംസ. കൂട്ടി വായിക്കുമ്പോൾ പോണ ഹംസ എന്നർത്ഥം. അതാണ് വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ. ഈ വസ്ലിന്റെ ഹംസയെ അതിന്റെ തുടക്കത്തിൽ കൊണ്ടുവരും. എപ്പം നമ്മൾ ആദ്യം ഒരു മുതാരി ആഫിൽ എടുക്കുകയാണ്. അപ്പം റബ അതിന്റെ മുതാരി എന്താണ്? യദ്രിബു, യദ്രിബു യദ്രിബാനി യദ്രിബൂന മുദക്കർ ഗായിബ്, തദ്രിബു തദ്രിബാനി യദ്രിബുന മുഅന്നസ് ഗായിബ്. തദ്രിബു നീ ഒരു പുരുഷൻ അടിക്കും. മുദക്കർ ഹാദിറിന്റെ ഫിഅലാണ്. ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദക്കറിൽ ഹാദിരി വദ്ദമീറുൽ മുസ്തതിറു ഫീഹി അൻത. ഇതാണ് ആര്? തദ്രിബു നീ ഒരു പുരുഷൻ അടിക്കും. ഇതിനാണ് നമ്മൾ അമ്രാക്കുക. ഇതിന്റെ മുദാറഅത്തിന്റെ ഹർഫ് അതിനെ നമ്മൾ തട്ടി, ഇതിനെ തട്ടി. അപ്പൊ എന്തായി? ളിരിബു എന്നായി. അതിന്റെ അവസാനത്തിലുള്ള ആ വമ്മത്തിനെയും തട്ടി സുക്കൂനിട്ട് കൊടുത്ത്. അപ്പൊ ളിരിബ് എന്നായി. ളിരിബ് എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമുക്ക് സംഭാഷണം സംസാരിക്കാനാണ്. അപ്പം ഇത് സംസാരിക്കുമ്പം അതിനൊരു സുഖം വേണ്ട. അപ്പം തുടക്കത്തിൽ നമ്മളൊരു ഹംസനെ കൊണ്ടുപോയി. ആ ഹംസക്ക് നമ്മൾ അവസാനത്തേതിന്റെ തൊട്ടുമുള്ള അക്ഷരം ഏതാണ്? ളിരിബുല്, യദ്രിബുല്, തദ്രിബുല്, റാ. റാ ആണ് അവസാനത്തേന് തൊട്ടുമുള്ള അക്ഷരം. അപ്പൊ അവസാനത്തേന് തൊട്ടുമുള്ള അക്ഷരത്തിന് കെസ്റാണ് എങ്കിൽ ഈ ഹംസക്ക് നമ്മൾ എന്ത് ചെയ്യും? കെസ്റ് കൊടുക്കും. അപ്പൊ എന്തായി? യുദ്രിബ് എന്നാകും. അതുപോലെ യുദ്രിബ്, യുദ്രിബാ അവിടെ തെദ്രിബാനിയാണ്. തെദ്രിബാനി നമ്മൾ താനെ തട്ടും, എന്നിട്ട് കെസ്റുള്ള ഹംസനെ കൊടുക്കും, നൂനിയാണ് തട്ടും. അപ്പൊ യുദ്രിബാ എന്നാകും. തെദ്രിബൂന താനെ തട്ടി അവസാനത്തെ നൂനും തട്ടി തുടക്കത്തിൽ കെസ്റുള്ള ഹംസനെ കൊണ്ടുപോയിട്ടു. അപ്പൊ യുദ്രിബു. തദ്രിബീന താനെ തട്ടി അവസാനത്തിൽ നൂനും തട്ടി തുടക്കത്തിൽ കെസ്റുള്ള ഹംസനെയും കൊണ്ടുപോയിട്ട് അപ്പൊ യുദ്രിബി. യുദ്രിബാ തദ്രിബാനി താനും നൂനും തട്ടി കെസ്റുള്ള ഹംസനെ കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോ യുദ്രിബാ. പിന്നെ തദ്രിബിന്റെ അവിടെ നമ്മൾ മുദാറഅത്തിന്റെ ഹർഫായ താനെ തട്ടും കേട്ടോ. തുടക്കത്തിലൊരു ഹംസനെ ഇട്ട് കൊടുക്കും കെസ്റുള്ള. അപ്പൊ യുദ്രിബിന ഇങ്ങനെ ആകും. അതുപോലെ കതബ യക്തുബു. ഇവിടെ യക്തുബ് യക്തുബാനി യക്തുബൂന മുദക്കർ ഗായിബ്, തക്തുബ് തക്തുബാനി യക്തുബ്ന മുഅന്നസ് ഗായിബ്, തക്തുബ് തക്തുബാനി തക്തുബൂന. ഇവിടെയാണ് നമ്മളെ അമ്രഹാദർ ഉണ്ടാക്കൽ പെടുന്നതാണ്. തക്തുബു എന്ന മുദാരി ആഫിലിനെടുത്തു. അതിന്റെ മുദാറഅത്തിന്റെ ഹർഫ് ആരാണ്? തുടക്കത്തിലുള്ള അതിനെ തട്ടി. അപ്പൊ ക്തുബു എന്നായി. അവസാനത്തിൽ നമ്മൾ സുക്കൂൻ ചെയ്തു, തുബ് എന്നായി. തുബ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് വേണം? ഒരു വസില്ല ഹംസനെ കൊണ്ടുവരണം. നമ്മൾ നേരത്തെ ഇദ്രിബിന്റെ അവിടെ കൊണ്ടുവന്നായി വസില്ല ഹംസനെ കൊണ്ടുവന്നു. പക്ഷെ വസില്ല ഹംസക്ക് ഇനി എന്ത് ഹറക്കത്ത് കൊടുക്കും? അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരം ഏതാണ്? തെക്തുബൂല് താ. ആ താഇന് എന്താ ഹറക്കത്ത്? ദമ്മത്ത്. അപ്പൊ അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരത്തിന് ദമ്മത്താവുമ്പം ഈ വസില്ല ഹംസക്കും നമ്മൾ ദമ്മത്ത് കൊടുക്കും. അപ്പൊ എന്തായി? ഉക്തുബ് എന്നായി. ഉക്തുബ്, ഉക്തുബ, ഉക്തുബു, ഉക്തുബി, ഉക്തുബ, ഉക്തുബിന, തെക്തുബ് തെക്തുബാനി തെക്തുബൂന തെക്തുബീന തെക്തുബാനി തെക്തുബിന. നമ്മൾ ഉക്തുബ് ഉക്തുബ ഉക്തുബു ഉക്തുബി അങ്ങനെ ആക്കും. ഇനി യംനഉ, മനഅ യംനഉ, യംനഉ യംനആനി യംനഊന തംനഉ തംനആനി യംനഅന തംനഉ. നീ ഒരു പുരുഷൻ തടയും. ഫിഅലുൻ മുദാരിഉൻ മഅറൂഫുൻ മുസ്ബത്തുൻ ലിദക്രിൽ ഹാദിരി വദ്ദമീറുൽ മുസ്തതിറു ഫീഹി അൻത ഫാഇലുഹു. ഇതാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? തദ്രിബുവിന്റെ അല്ല തംനഉന്റെ താഇനെ തട്ടും. അപ്പം നഉ എന്നാകും. അവസാനത്തിൽ സുക്കൂൻ ചെയ്യും, ന എന്നാകും. തുടക്കത്തിലൊരു വസൽ ഹംസ കൊണ്ടുവരണം. മുദാറഅത്തിന്റെ ഹർഫ് പോയിട്ട് അതിന്റെ തൊട്ടടുത്തുള്ള അക്ഷരം സുക്കൂൻ ആണെങ്കിൽ പിന്നെ അവിടെ വസല്ല ഹംസ കൊണ്ടുവരണം. അപ്പം ആ വസല്ല ഹംസക്ക് നമ്മൾ എന്ത് ഹറക്കത്ത് കൊടുക്കും? അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരം ഏതാണ്? തംനഉല് നൂനിന്റെ ഫതഹത്താണ്. അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരത്തിന്റെ ഹറക്കത്ത് ഫതഹത്താണ്, നൂനിന് ഫതഹത്താണ്. അപ്പൊ ഈ വസല്ല ഹംസക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കെസ്റ കൊടുക്കേണ്ടത്, ഫതഹല്ല. അപ്പൊ കെസ്റ ആണെങ്കിലും അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരത്തിന് കെസ്റ ആണെങ്കിലും ഫതഹാണെങ്കിലും നമ്മൾ വസല്ല ഹംസക്ക് കെസ്റ കൊടുക്കും. വമ്മ ആണെങ്കിൽ വസല്ല ഹംസക്ക് വമ്മും കൊടുക്കും. തിരിഞ്ഞല്ലേ? അപ്പൊ ഇംന, തംനഉനെ നമ്മൾ ഇംന എന്നാക്കും. തംനആനിനെ നമ്മൾ ഇംനഅ, തംനഉനെ ഇംനഉ, തംനഈനെ ഇംനഇ, തംനആനിനെ ഇംനഅ, തംനഅനെ ഇംനഅന, ഇംന ഇംനഅ ഇംനഉ ഇംനഇ ഇംനഅ ഇംനഅന ഇങ്ങനെയാക്കും എന്ന്. വഹാദിഹിൽ ഹംസത്തു മക്സൂറത്തു. നീ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ വിഷയമാണ് ഞാൻ ഇവര് പറയാൻ പോകുന്നത്. വഹാദിഹിൽ ഹംസത്തു, ഈ ഹംസ ഉണ്ടല്ലോ, ഏത്? നമ്മൾ മുദാറഅത്തിന്റെ ഹർഫിനെ കളഞ്ഞു, അടുത്തുള്ള അക്ഷരത്തിന് പിന്നെ സുക്കൂൻ ആണെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ഹംസ, വസലിന്റെ ഹംസ, അത് മക്സൂറത്തു കെസ്ർ ചെയ്യപ്പെട്ടതാണ്. ഫീ മിസ്ലി യുദ്രിബ് വ ഇംന, യുദ്രിബ് ഇംന പോലത്തതിൽ കെസ്ർ ചെയ്യപ്പെട്ടതാണ്. അതായത് അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരത്തിന് കെസ്റോ ഫത്ഹോ ആണെങ്കിൽ ആ വസലിലെ ഹംസക്ക് കെസ്റായിരിക്കും ഉണ്ടാവുക.
ഇല്ലാ അൻ യകൂന ഐനുൽ മുദാരി, മുദാറഅത്തിന്റെ ഹർഫിന്റെ അതിന്റെ ഇല്ലാ അൻ യകൂന ഐനുൽ മുദാരി മിൻഹു, അതിൽ നിന്നുള്ള മുദാരിഇന്റെ ഐൻ ഫിഅൽ. എവിടെ നമ്മൾ ഉൻസുർ ഉക്തുബ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് അവിടെ മുദാരിഇന്റെ ഐൻ ഫിഅൽ ആരാണ്? സ്വാദാണ്. യഫ്അലു ഉൻസുറു തൻസുറു തഫ്അലു, ഐന് നിൽക്കണ പൊസിഷനിൽ പാരാ നിൽക്കുന്നത്? സ്വാദാണ് നിൽക്കുന്നത്. ഇല്ലാ അൻ യകൂന ഐനുൽ മുദാരി മിൻഹു, അതിൽ നിന്നുള്ള മുദാരിഇന്റെ ഐൻ ആണ് എങ്കിൽ, ഐൻ ഫിഅൽ ആണ് എങ്കിൽ ഒഴികെ, മദ്മൂമൻ ദമ്മ ചെയ്യപ്പെട്ടത് ആണെങ്കിൽ ഒഴികെ. അപ്പൊ ദമ്മ ചെയ്യപ്പെട്ടതാണെങ്കിലോ ഫതഹുമുഹാ, അപ്പം യാ വസ്ല ഹംസക്ക് ദമ്മ കൊടുക്കും. വതഖൂലു, നീ പറയും ഉൻസുർ എന്ന് പറയും. ഉൻസുറ ഉൻസുറു ഉൻസുരി ഉൻസുറ ഉൻസുർന അങ്ങനെ പറയും എന്ന്. ലാഖിരി ഉൻസുർ ഉൻസുറ ഉൻസുറു അതിന്റെ അവസാനം വരെ, അതായത് ഉൻസുരി ഉൻസുറ ഉൻസുർന വരെ പറയും എന്ന്. വഫതഹു ഹംസത അക്രിം, അക്രിം എന്ന അഫ്അല യുഫ്ഇലുന്റെ തുഫ്ഇലു അതിമെന്നാണല്ലോ നമ്മൾ ഹാദർ എടുക്കുക. യുക്രിമു യുക്രിമാനി യുക്രി, അക്രമ അക്രമ അക്രമു, അത് കഴിഞ്ഞു. അക്രമ യുക്രിമു, അഫ്അല യുഫ്ഇലു. അവിടെ ഈ ഹംസക്ക് അവർ ഫതഹ് കൊടുത്തിട്ടുണ്ട്. അതെന്താ കാരണം? അവിടെ അങ്ങനെയല്ലല്ലോ വേണ്ടിയത്, അവിടെ ഇക്രിം എന്നല്ല വേണ്ടിയേ അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞനുസരിച്ച് ഇക്രിം എന്നാ വേണ്ടിയേ. മുദാറാത്തിന്റെ ഹർഫായ താഇനെ തട്ടി തൊട്ടടുത്തുള്ള അക്ഷരത്തിന് സുക്കൂന് വസ്ല ഹംസനെ കൊണ്ടുവന്നു. അവസാനത്തിന് തൊട്ടുമുള്ള അക്ഷരം അതിന് റാ ആണ്, റാന് കെസറാണ്, കെസറാണെന്നല്ലേ വസ്ല ഹംസക്ക് കെസർ കൊടുക്കണം എന്നല്ല ഇപ്പൊ ഇതുവരെ പഠിച്ചേ. അപ്പൊ ഇക്രിം എന്നല്ല പറയണ്ടേ? എന്താ അക്രിം എന്ന് പറഞ്ഞത്? അതിനെ കുറിച്ചാണ് പറഞ്ഞത്. വഫതഹു ഹംസത അക്രിം, അക്രിം എന്ന ഫിഅലിന്റെ ഹംസക്ക് അവർ ഫതഹ് ചെയ്തു. ബിനാഅൻ അലൽ അസ്ലിൽ മർഫൂദി ഫിൽ മുദാരിഇ, മുദാരിഇൽ ഒഴിവാക്കപ്പെട്ടതായ തള്ളപ്പെട്ടു പോയതായ അസ്ലിനെ പരിഗണിച്ചതിന് വേണ്ടി. ഫഇന്ന അസ്ല തുക്രിമു, കാരണം തുക്രിമു എന്ന ഫിഅലിന്റെ അസ്ല് തുഅക്രിമു എന്നാണുള്ളത്. അക്രമ ഒരു മാദിയാ ഫിഅൽ മുദാരിയാക്കൽ എങ്ങനെ? മുദാറാത്തിന്റെ ഹർഫ് അതിന്റെ തുടക്കത്തിൽ കൊണ്ടുവരലാണ്. അപ്പൊ ഇവിടെ വറബ അതിന് മുദാരിയാക്കൽ എങ്ങനെ? മുദാറാത്തിന്റെ ഹർഫ് തുടക്കത്തിൽ കൊണ്ടുവന്ന് യദ് യാ കൊണ്ടുവന്ന്, പിന്നെ അവസാനത്തിന്റെ അക്ഷരത്തിന് കെസറ കൊടുത്ത്, അത് കെസറോ ലമ്മോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, അത് വസനനുസരിച്ചാവും. അതിന് മുദാരി യഫ്അലു വസനാണെങ്കിൽ ഒന്നും കാട്ടൂല, മുദാറാത്തിന്റെ ഹർഫിനെ അവിടെ കൊണ്ടേക്കുള്ളൂ. ഫതഹ അതിനെന്താ കാട്ടുക? മുദാറാത്തിന്റെ ഹർഫിനെ കൊണ്ടുവന്ന് അവസാനത്തെ അക്ഷരത്തിന് വമ്മത്തും കൊടുത്ത് യഫ്തഹുനാക്കും അല്ലേ? വേറൊന്നും കാട്ടൂല. പിന്നെ യഫ്ഉലുലാക്കുമ്പം അതിന്റെ പണിയെടുക്കും. അവസാനത്തിന്റെ തൊട്ടുമുള്ള അക്ഷരത്തിന് വമ്മത്ത് കൊടുക്കും, അവസാനത്തെ അക്ഷരത്തിന് വമ്മത്ത് കൊടുക്കും. പിന്നെ യാന് ഒരു ഫതഹത്തുള്ള യാ ഉണ്ട്, യഫ്തഹുനാക്കും. ഇങ്ങനെയാണ്. അപ്പൊ അക്രമനെ നമ്മൾ മുദാരി ആക്കുമ്പോൾ എന്താണ് വേണ്ടിയത്? അക്രമ യു അക്രിമു, അങ്ങനെയാണ് വേണ്ടിയത്. 4 അക്ഷരമുള്ള മുദാരി ആയ ഫിഅല് എന്താണ്? മുദാറാത്തിന്റെ ഹർഫിന് വമ്മ കൊടുക്കണം എന്നുള്ള നിയമം അല്ലേ? 4 അക്ഷരം ഉള്ള മാദിയായ ഫിഅലിനെ മുദാരിയിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ മുദാറാത്തിന്റെ ഹർഫിന് വമ്മ കൊടുക്കണം എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചാണ്. അപ്പം അക്രമയിൽ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ മുദാരിയിലേക്ക് മാറ്റുമ്പോൾ യു അക്രിമു ഇങ്ങനെയാണ് ആക്കേണ്ടത്. യു അക്രിമു, യു അക്രിമു എന്നൊക്കെ പറയാം. എന്തരേ നേറാണില്ലേ, കുഴങ്ങിപ്പോലേ. അപ്പൊ എന്നാലും പിന്നെ ആ ഹംസനാണ്ട് ഒഴിവാക്കുക എളുപ്പത്തിനും വേണ്ടിയിട്ട്. അപ്പൊ യുക്രിമു എന്നായി. അപ്പൊ ഒരു സുഖമൊക്കെ ഉണ്ട് പറയാം. അപ്പൊ അങ്ങനെ ഒരു ഉച്ചാരണത്തിനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാട്ടിയത്? ഈ ഹംസനാണ്ട് തട്ടിയത്. അപ്പൊ യു അക്രിമു യുക്രിമു ആയത്. അപ്പൊ യുക്രിമു യുക്രിമാനി യുക്രിമുന തുക്രിമു തുക്രിമാനി യുക്രിമിന തുക്രിമു, നീ ഒരു പുരുഷൻ ബഹുമാനിക്കും, ഈ ഒരു പുരുഷൻ ആദരിക്കും എന്നർത്ഥം. അപ്പൊ അവിടെ ഇതിനെ നമ്മൾ അമ്ര ഫിഅലാക്കുമ്പോൾ മുദാറാത്തിന്റെ ഹർഫായ താഇനെ തട്ടി. അപ്പൊ കിരിമു എന്നായി കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് പുറത്തുനിന്നൊരു ഹംസനെ കൊണ്ടുവരണ്ട. കാരണം ആദ്യം ഇവിടെ ഒരു ഹംസ ഉണ്ടേനല്ലോ, ആ ഹംസനങ്ങള് ഓന് ഇവിടെ അധികപ്പറ്റാണ്, ഓന് ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് വർത്താനം പറയാൻ കഴിയണില്ല, ഇടങ്ങേറാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഓൻ ഒഴിവാക്കിയതല്ലേ. ഇനി പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഒക്കെ വിളിച്ച് കയറ്റാനെക്കാട്ടി നല്ലത് ഇവിടുന്ന് പുറത്താക്കിയവനെ അങ്ങോട്ട് വിളിച്ച് കയറ്റുന്നതല്ലേ. ദർസ് നിജെന്തോ കുരുത്തക്കെട്ട് എന്നോട് പോണ അവിടുന്ന് നടത്തി. പിന്നെ ഇപ്പൊ ഞാന് വേറെ എന്നെക്കാട്ടിലും കുരുത്തക്കെട്ട് വേറെ ഒരുത്തം വരികയാണ്. അതിനെക്കാട്ടിലും നല്ലത് എന്നെ തന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ടല്ലേ. ഏതായാലും എൻ്റെ വയസ്സ് എത്ര എന്നുള്ളത് എനിക്കറിയാം, മറ്റവൻ്റെ എത്ര ഉള്ളതെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി അവിടെ പുറത്തുനിന്ന് ഇനിയിപ്പോൾ ഒരു ഹംസനെ വിളിച്ച് കയറ്റി കൊണ്ടുവരുന്നതിനെക്കാട്ടി നല്ലത് ഇവിടുന്ന് നമ്മൾ പുറത്താക്കിയ ഹംസ ഉണ്ടല്ലോ, ഇങ്ങോട്ട് പോര് ഇവിടെ കയറി നിന്നോന്ന് പറയുന്നത് ഓനക്കൊരു സീറ്റ് കൊടുക്കണ നല്ലത്. അപ്പൊ എന്തായി? അഖിരിം എന്നായി.
അപ്പൊ ഇതെന്താണ് ശരിക്കും പറഞ്ഞാല് തു അക്കിരിം, യുക്കിരിമുവിന്റെ അടിസ്ഥാന രൂപം എന്താണ്? തു അക്കിരിമു എന്നാണുള്ളത്. തുക്കിരിമുവിന്റെ അടിസ്ഥാന രൂപം തു അക്കിരിമു എന്നാണുള്ളത്. ആ ഹംസനെ നമ്മൾ ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് ഇടങ്ങേറുകൊണ്ട് കളഞ്ഞതാ. അപ്പൊ ഈ താണ്ട് പോയപ്പോ പിന്നെ ഞാൻ ഇടങ്ങേറ് പോയല്ലോ. ഈ തു വന്നപ്പോഴാണല്ലോ, മറ്റേ അക്രമ എന്ന് പറഞ്ഞോടത്ത് ഈ ഹംസ നമുക്കൊരു ഇടങ്ങേറില്ലേ. പിന്നെ മുലാറാത്തിന്റെ ഹർഫ് വന്നപ്പോൾ മുലാറാത്തിന്റെ ഹർഫും ഈ ഹംസി എല്ലാം കൂടി വന്നപ്പോൾ നമ്മൾക്ക് ഇടങ്ങേറായത്. അപ്പോ ഈ ഹംസനാണ്ട് ഒഴിവാക്കിയതാ. അപ്പൊ ഇനി മുലാറാത്തിന്റെ ഹർഫ് പോയി, എന്നാ പിന്നെ ഈ ഹംസക്ക് വരാല്ലോ. അപ്പൊ അത് വന്നു. അപ്പൊ അക്കിരിം എന്നായി. തു അക്കിരിമു അക്കിരിം, തു അക്കിരിമാനി അക്കിരിമാ, തു അക്കിരിമൂന അക്കിരിമു, തു അക്കിരിമീന അക്കിരിമി, തു അക്കിരിമാനി അക്കിരിമാ, തു അക്കിരിമിന അക്കിരിംന. ഇങ്ങനെ തിരിഞ്ഞില്ലേ? ഇന്ന അസ്ല തുക്കിരിമു, കാരണം തീർച്ചയായിട്ടും തുക്കിരിമു എന്ന ഫിഅലിന്റെ അസ്ല് തു അക്കിരിമു എന്നാണ്. അക്രമ അതിൽ മുദാറാത്തിന്റെ ഹർഫ് ചേർത്താൽ തു അക്കിരിമു അങ്ങനെയാണ്. ഫഹദഫുൽ ഹംസത, അപ്പൊ ഒരു ഹംസനെ കളഞ്ഞു. ഇജ്തിമാഇൽ ഹംസതൈനി ഫിൽ മുതകല്ലിമി മിൻഹു. ഇവിടെ മൂപ്പർ വേറൊരു ന്യായം പറയാം, വെറുതെ അങ്ങനത്തെ ന്യായം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഫഹദഫുൽ ഹംസത, അപ്പൊ ഒരു ഹംസനെ കളഞ്ഞു. ഇജ്തിമാഇൽ ഹംസതൈനി ഫിൽ മുതകല്ലിമി മിൻഹു. ഈ മുദാരിയായ ഫിഅലി യുഅക്രിമു യുഅക്രിമാനി യുഅക്രിമൂന തുഅക്രിമു തുഅക്രിമാനി യുഅക്രിമിന തുഅക്രിമു തുഅക്രിമാനി തുഅക്രിമിന തുഅക്രിമു തുഅക്രിമാനി തുഅക്രിമൂന തുഅക്രിമീന തുഅക്രിമാനി തുഅക്രിമിന ഉഅക്രിമു എന്ന് പറയേണ്ടി വരില്ലേ മുതകല്ലിമിന്റെ അവിടെ? അതാണ് മൂപ്പര് പറഞ്ഞത്. ഇജ്തിമാഇൽ ഹംസതൈനി ഫിൽ മുതകല്ലിമി മിൻഹു. അതിൽ നിന്നുള്ള മുതകല്ലിമില് രണ്ട് ഹംസകൾ ഒരുമിച്ച് കൂടിയ കാരണത്താൽ അവർ ഹംസനെ കളഞ്ഞു. അപ്പം ഉഅക്രിമു എന്നുള്ളടത്ത് എന്തായി? ഒരു ഹംസനാണ്ട് കളഞ്ഞപ്പം ഉക്കിരിമു എന്നായി. ഫസാറത്ത് ഉക്കിരിമു, അപ്പൊ അത് ഉക്കിരിമു എന്ന മാറി. തബഅല്ലഹു, ഇനിയിപ്പോ ഏതായാലും അവിടെ കളഞ്ഞതല്ലേ, തബഅല്ലഹു അതിനോട് തുടർത്തിയതിന് വേണ്ടി, അതിനോട് തുടർന്നതിന് വേണ്ടി ഹുദിഫത്തിൽ ഹംസത്തു മിൻ സിയഗിഹിൽ ഉഖ്റ, അതിന്റെ ബാക്കിയുള്ള അതിന്റെ മേപ്പെട്ടുള്ളതെന്നും അതിന്റെ കീപ്പെട്ടുള്ളതെന്നും ഒക്കെ ഉണ്ട് കളഞ്ഞാഞ്ഞി. എന്തിനാ അപ്പൊ അതിന്റെ ആവശ്യം? അവിടെ മാത്രം കളഞ്ഞ പോലെ. അപ്പൊ നമ്മൾ ഈ ന്യായമല്ല സ്യൂട്ടബിൾ ആയ ന്യായം, നേരത്തെ ഞാൻ പറഞ്ഞ ന്യായമാണ്. നമ്മൾ യുഅക്രിമു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറുണ്ട്. അപ്പൊ ആ ഇടങ്ങേറ് മുദാറാത്തിന്റെ ഹംസിയും ഹർഫും ഈ ഹംസിയും ഒപ്പരം വന്നപ്പോൾ ഈ ഇടങ്ങേറുകൊണ്ട് നമ്മൾ ഒഴിവാക്കിയതാണ്. അത് ഉഅക്രിമുവിന്റെ അവിടെ മാത്രമല്ല, അക്രിമുവിന്റെ അവിടെ അക്രിമുവിന്റെ അവിടെ ഒക്കെ ഇടങ്ങേറുണ്ട്, അക്രിമുവിന്റെ അവിടെ ഇടങ്ങേറുണ്ട്. അപ്പൊ ആ ഇടങ്ങേറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ലോർത്തും നാണ്ട ആ ഹംസനാണ് കളഞ്ഞത്. അപ്പൊ പിന്നെ ഈ മുദാറാത്തിന്റെ ഹർഫായിട്ട് പോയി ഇതിനെ അമ്രഹാദറിലേക്ക് മാറ്റും, പിന്നെ ഇടങ്ങേറില്ല. പുറത്തുനിന്ന് ഏതായാലും ഒരു ഹംസനെ കൊണ്ടുവരും വേണം, എന്നാ പിന്നെ പുറത്തുനിന്ന് ആളാക്കണ്ട, ഇവിടെ ഉള്ളവനെ തന്നെ ആ തോട്ടക്ക് വലിച്ചെറിഞ്ഞ് ഓനെ തന്നെ കിട്ടാൻ പിടിച്ചിട്ടുണ്ടെന്ന് ഇവിടെ വച്ചാളി. അങ്ങനെ അക്കിരിം അക്കിരിമ അക്കിരിമു അക്കിരിമി അക്കിരിമ അക്കിരിംന എന്നാക്കിയതാണ്. അതാണ് കുറെ കൂടി നല്ല ന്യായം. എനിക്ക് ബോധ്യപ്പെട്ട എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ ന്യായം ബോധ്യപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേറ്റ് നടന്നോളി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഈ ന്യായത്തിന് നിങ്ങൾ ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല അക്കാഡമിക്കലായിട്ട് ക്രോസും ചെയ്തോളി, അതൊക്കെ സ്വാഗതമാണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് ആവശ്യം, അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് കേട്ടോണല്ല. താഴെ വരുന്ന പദങ്ങളിൽ നിന്ന് അമ്ര ഫിഅലിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? അക്രമേന്ന്, ദഹ്റജേന്ന്, തഖദ്ദമേന്ന്, തകാസലേന്ന്, വാറബേന്ന്, തസ്കുനൂന്ന്, തഅലമൂന്ന്. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അമ്ര ഹാദർ ക്രിയേറ്റ് ചെയ്യുക? ഉത്തർനാട് ക്രിയേറ്റ് ചെയ്തോളേണ്ടി നാളെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടി, ഒക്കെ സർഫാക്കി കൊണ്ടുവരാം കേട്ടോ. മൊത്തം അമ്ര ഹാദർ മൊത്തം സെറ്റ്. അക്രിമി അക്രിമ അക്രിമിന് അവിടം വരെ മൊത്തം സെറ്റ് ചെയ്തുകൊണ്ടുവരണം. അതുപോലെ മതാ തകൂനു ഹംസത്തുൽ വസ്ലി ഫീ ഫിഅലിൽ അംരി മക്സൂറത്തൻ. മതാ തകൂനു എപ്പോഴാണ് ആവുക ഹംസത്തുൽ വസ്ലി വസ്ലിന്റെ ഹംസ ഫീ ഫിഅലിൽ അംരി അംറ് ഫിഅലിൽ മക്സൂറത്തൻ കസ്ർ ചെയ്യപ്പെട്ടതാവുക, ഔ മദ്മൂമത്തൻ അല്ലെങ്കിൽ ദമ്മ് ചെയ്യപ്പെട്ടതാവുക. അതൊക്കെ എപ്പോഴാ? അതാണ് ഇനി അടുത്ത ചോദ്യം. അപ്പം എപ്പോഴാണ് വസ്ലിന്റെ ഹംസക്ക് കസ്ർ കൊടുക്കുക, എപ്പോഴാണ് വസ്ലിന്റെ ഹംസക്ക് ദമ്മ് കൊടുക്കുക? അതിനുള്ള മറുപടി മൽ ഫർഖു ബൈന ഹംസത്തി അക്രിം വംന. അക്രിം എന്ന ഫിഅലുള്ള ഹംസിൻ ഇംന എന്ന ഫിഅലുള്ള ഹംസിൻ തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം അവിടെ ഉണ്ടേനെ ഹംസേനി, മറ്റേത് പുറത്തുനിന്ന് പിടിച്ചിട്ടുണ്ടെന്ന ഹംസയാണ്. ഇത് വസ്ലിന്റെ ഹംസയാണ്, മറ്റത് വസ്ലിന്റെ ഹംസ അല്ല. ആ ഹംസ ആ ഫിഅലില് നമ്മൾ സിയാദത്തിന് വേണ്ടിയിട്ട് ആ ഫിഅലിനെ മസീദ് ഫിഹി ആക്കിയ സമയത്ത് അഫ്അല വസ്ലിലേക്ക് മാറ്റിയ സമയത്ത് കൊണ്ടുവന്ന ഹംസയാണ്. ആ ഹംസക്ക് ഖത്അന്റെ ഹംസ എന്ന് പറയും.
അതായത് സംസാരത്തിന്റെ ഇടയിൽ പോവില്ല. ഇദ്ഹബ് വഅക്രിം ഉമ്മക്ക എന്ന് പറയും. ഇദ്ഹബ് പോ, എന്നിട്ട് വഅക്രിം ഉമ്മക്ക, നിന്റെ ഉമ്മയെ ബഹുമാനിക്കുക എന്ന് നീ പറയും എന്ന് പറയും. സംസാരത്തിന്റെ ഇടയിലല്ലേ വന്നത്. ഇപ്പം അവിടെ വഅക്രിം എന്നല്ല പറഞ്ഞത്, ആ ഹംസ പോയിട്ടില്ല. പിന്നെ അക്രിം അബാഖ്, എൻ്റെ വാപ്പയെ നീ ബഹുമാനിക്കുക. വദ്ഹബ് ഇല സൂഖ്, എന്നിട്ട് അങ്ങാടിയിലേക്ക് പോവുക. അപ്പൊ നമ്മൾ ഇദ്ഹബ് എന്ന് പറഞ്ഞിടത്തുള്ള ഹംസനെ കളഞ്ഞു. അത് വസലിലെ ഹംസയാണ്, അത് സംസാരത്തിന്റെ ഇടയിൽ പോകും. പക്ഷെ ഈ അക്രിമിലെ ഹംസ സംസാരത്തിന്റെ ഇടയിലും പോകില്ല, സംസാരത്തിന്റെ തുടക്കത്തിലും പോകില്ല. സംസാരത്തിന്റെ ഇടയിലും സംസാരത്തിന്റെ തുടക്കത്തിലും ഒക്കെ ഉച്ചരിക്കപ്പെടുന്ന ഹംസക്ക് ഖത്ഇന്റെ ഹംസ എന്ന് പറയും. ഇടയിൽ പോണ ഹംസക്ക് വസ്ലിന്റെ ഹംസ എന്നും പറയും. ലിമാദ ഫതഹ്തൽ ഹംസത ഫി അംരി ബാബിൽ, എന്താണ്? ഇഫ്ആലാണ്. ഫി അംരി ബാബിൽ അഫ്ആൽ. ഇഫ്ആൽ, ഇഫ്ആൽ ബാബ് തെറ്റാണ് ട്ടാ. ഇഫ്ആൽ ബാബിൽ നിന്നുള്ള അമ്ര ഫിഅലിന്റെ ഹംസക്ക് എന്തിനാ ഫതഹ് കൊടുത്തത്? അക്രിം എന്ന് പറഞ്ഞിടത്തുള്ള ഹംസക്ക് എന്തിനാ ഫതഹ് കൊടുത്തത് എന്ന ചോദ്യം. അതിന് ഓൾറെഡി ആദ്യം ഫതഹ് ഉണ്ടേനി. നമ്മൾ ആ ഫതഹുള്ള ഹംസനെ അച്ചേൽക്ക് അതിന്റെ ഫതഹോട് കൂടെ കൊണ്ടുപോയി അടച്ചാണ്. അതിനെ നമ്മളതിന്റെ ഫതഹോട് കൂടെ ഒഴിവാക്കിയല്ലേ നേരത്തെ മുളാരിയാക്കിയപ്പോ. അപ്പൊ അത് ഊരി ആ മൂലക്കരാട് വെച്ചിരിക്കുന്നു എൻ്റെ ഫതഹോട് കൂടെ. നമുക്ക് അമ്ര ഫിഅലിന്റെ സ്ഥാനത്ത് അത് ആവശ്യം ഉണ്ടായപ്പോൾ ഫതഹോട് കൂടെ അവിടെ കൊണ്ടുവച്ചു. ഏതുപോലെ ചില ആൾക്കാർക്ക് മൻഹജ് പടി എന്നൊരു പടിയുണ്ട്. ഇവിടെ കേരളത്തിലെ ചില സംഘടനകളുണ്ട്. ഈ സംഘടനകൾ തമ്മിൽ ഇടയിൽ പ്രശ്നം ഉണ്ടാവും, ഇടക്കിടക്ക് അധികാര തർക്കങ്ങളുണ്ടാവും. ഒരുത്തനെ മറ്റവനെ പറ്റൂല, മറ്റവനെ പറ്റൂല, അങ്ങനെ അധികാര തർക്കങ്ങളുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ ഗ്രൂപ്പും ചേരികളായിട്ടാണ് തിരിയും. അപ്പോൾ ഗ്രൂപ്പും ചേരികളായിട്ട് തിരിയുന്ന സമയത്ത് എന്തേപ്പം മറ്റൊലേറ്റുങ്ങൾക്കുള്ള പ്രശ്നം എന്ന് നാട്ടിലെ സാധാരണക്കാർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയാ? ഒന്നും പറയാനില്ല. അപ്പൊ പറയും ഓൻ മൻഹജിത്ത് പുറത്താണ്. എന്നിട്ട് അതുവരെ ബനു ഓനും പറഞ്ഞിട്ടുണ്ടാവും എന്ത്? ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാവൂല, പക്ഷെ ആ ചോദ്യം ഹറാമാണ്, വലിയ കുറ്റകരം ആണ്, ശിർക്കിലേക്ക് വഴി കൂട്ടുന്ന സംഗതിയാണ് എന്നൊക്കെ ഇവനും പ്രസംഗിച്ചിട്ടുണ്ടാവും, ഓനും പ്രസംഗിച്ചിട്ടുണ്ടാവും ഒരു 5 കൊല്ലം മുമ്പേ. ഇപ്പം അങ്ങോട്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ സമയത്ത് ഓനാക്കണ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവൂല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഓനായിട്ടുള്ള പ്രശ്നം. അതാണ് മൻഹജിന്ന് പുറത്തു ചെയ്ത് അതുകൊണ്ടാണ്. അപ്പൊ ഇവൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞത് അല്ല, ഞാനേ തിരുത്തി, ഓനെ തിരുത്തിയിട്ടില്ല. അങ്ങനെ അപ്പൊ ഇതിപ്പം തെറ്റേനി ഇവര് തമ്മിൽ അധികാര തർക്കം ഉണ്ടായി. അപ്പോ ഇവന് പറഞ്ഞു ആ വാദം ശരിയല്ല എന്നത്, അപ്പൊ മറ്റവന് ആ വാദം ശരിയാണെന്ന്. എനിക്ക് മൻഹജ് വെച്ചാൽ എനിക്ക് പുറത്തു. ഇങ്ങനെ അപ്പൊ ഈ മൻഹജ് പടി ഇവൽ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്കാരെ തച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവരാ മൻഹജ് പടി എടുക്കും, എന്നിട്ട് തച്ച് പുറത്താക്കും. എന്നിട്ട് ഇവരെ സംഘടനയിൽ തന്നെ ഇസ്ലാം എന്ന് പുറത്തോണം ആക്കണമെന്നുണ്ടാവും. മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാത്ത ആളുകൾ തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞവനുണ്ടാവും. ഈ വാക്കുകൊണ്ട് ഒരു പക്ഷേ ഒരാൾ ഇസ്ലാമിൽ തന്നെ ഓർത്തു പോകും. എന്താണ്? മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ അത് ശിർക്കിന്റെ ആഘോഷങ്ങളാണ്. ഇവിടെ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? നബിദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതെന്താണ്? അടിസ്ഥാനപരമായിട്ട് ബിദ്അത്തിന്റെ ആഘോഷമാണ്. അതിൽ പിന്നെ ഒരു ശിർക്കിന്റെ ആചാരങ്ങളും വാക്കുകളും കവിതകളും ഒക്കെ ചൊല്ലുന്നുണ്ട്, വേറെ വിഷയം. അതിന് ചെല്ലിയില്ലെങ്കിൽ തന്നെയും നമ്മൾ നബിദിനാഘോഷം പങ്കെടുക്കൂല. എന്താണ് നബിദിനാഘോഷം? ബിദ്അത്തിന്റെ ആഘോഷമാണ്. ആ ആഘോഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ചെന്നതല്ല. ആഘോഷങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പഠിപ്പിച്ചെന്നിട്ടുണ്ട്. അതല്ലാത്ത ആഘോഷമൊന്നും മുസ്ലിങ്ങൾക്കില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബിദ്അത്തിന്റെ ആഘോഷത്തിന് വിട്ടിട്ടുള്ളത്. അപ്പോഴാണ് ഇനി ഷിർക്കിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ അതിന്റെ ചോറുന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞത്. അങ്ങനെയുണ്ട്. ഇസ്ലാമിൽ തന്നെ പുറത്തു പോകാൻ ഈ ഒറ്റ വാക്ക് മതി, വളരെ അപകടം പിടിച്ച വാക്കാണ്. ആ വാക്ക് പറഞ്ഞവന് ഇവിടെ സംഘടന നേതാവായിട്ട് ഇപ്പോഴും ഉണ്ട്, അത് പ്രശ്നമില്ല. മറ്റവന് ജിന്നിനോട് ചോദിക്കാൻ പറ്റും, അത് ചോദിക്കുന്നത് നല്ല കാര്യമാണ്, ചോദിക്കണം എന്നൊന്നല്ലോ പറഞ്ഞത്. ചോദിച്ചാൽ അത് ജിന്നിന്റെ കഴിവപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അതുകൊണ്ട് ശിർക്ക് വരൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അല്ലാതെ ഒരു പുണ്യകർമ്മമാണ്, എല്ലാവരും ഈ ജിന്നിനോട് ചോദിക്കണം എന്നൊന്നല്ലോ പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ആക്കി. അതെന്തിനാ? നമ്മളെ പുറത്താക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കൊടുത്ത് പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഇതേ മൈരിയാണ്. നമ്മളിപ്പോൾ തൽക്കാലം നമുക്ക് സൗകര്യക്കേടുണ്ടായ സമയത്താണ് നമ്മൾ അക്രീമൂന്ന് ഹംസനാണ് നല്ല ഊരിയാണ് മാറ്റി വെച്ചത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ മൻഹജ് പടി നമ്മൾ എടുത്ത് ഇവിടെ കുത്തും, നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ആ മൻഹജ് പടിത്താണ് ഊരിയാണ്ട് ബുക്കും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ നമുക്ക് അമ്രഫയിലാക്കുന്ന സമയത്ത് ഈ
ഫതഹുള്ള ഹംസനെ വേണ്ടീനി. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി കുത്തി. മുതാരി ആക്കുന്ന സമയത്ത് ഈ ഹംസ അവിടെ അധികം പറ്റീനി. അപ്പോൾ നമ്മൾ ഊരിയെടുത്ത് മാറ്റി. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ പിന്നെ ജിന്നിൻ്റെ വിഷയം ചീത്താൻ്റെ വിഷയം പറഞ്ഞാൽ ഞാൻ രണ്ടു കൊടുത്തു കേട്ടോ. ഇന്ത്യ നിലപാട് ആ വിഷയത്തിൽ നിറ കേരളത്തിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ജിന്ന് സേവക്കാരെ കൊണ്ട് കയ്യും കാലും എടുത്തേക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഓരോ കുഗ്രാമത്തിലും ഉണ്ടാവും 4-5 ജിന്ന് സേവകന്മാർ. ഇവിടെ ഈ തങ്ങന്മാർ, കുങ്ങന്മാർ, വിസ്താദ്, ത്വൽസമാത്ത്, കുന്തം കുറച്ചക്രം നടക്കുന്ന ഏതാ ടീമിന് വെച്ചിട്ടുണ്ട്? മുഴുവൻ ചേക്കുട്ടിൻ്റെ ആളുകളാണ്. ചേക്കുട്ടി എന്ന് പറയുന്ന ഒരു ശൈത്താനുണ്ട്. അവന് പ്രത്യേകം അമ്പലവും ഉണ്ട് കേരളത്തിലുള്ള. അതിന് പ്രത്യേക അമ്പലമുണ്ട്. ആ അമ്പലം കൊണ്ടിറക്കുന്നത് മുസ്ലിം നാമധാരികളാണ്, കാഫിര്യങ്ങളല്ല. മുസ്ലിം പേരുള്ള ആളുകളാണ്. പക്ഷെ അവൻ കാഫറാണ്. പക്ഷേ കാഫർ നാമധാരിയല്ല. രാമൻ എന്നല്ല അവൻ്റെ പേര്. അവൻ്റെ പേര് ഹംസക്കുട്ടി, പീരാൻകുട്ടി എന്നൊക്കെ ഉണ്ടാകുക. ഈ ചേക്കുട്ടി എന്ന ഈ ശൈത്താനെ ആരാധിച്ച് പൂജിച്ച് കൊണ്ടിറക്കുന്ന ആളുകൾ ഇവരുടെ അടുത്ത് പോയിട്ട് ആ ശൈത്താൻ്റെ സേവ വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഉള്ള ഒട്ടുമുക്കാലും നല്ല വേണമെന്നുണ്ടെങ്കിൽ മുഴുവനും തന്നെ പറയാം. അത്രയും ഈ ആളുകൾ മുഴുവനും ഈ മന്ത്രവാദം, കുന്ത്രവാദം, ഇസ്മു കുസ്മു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദുൽമുകൾ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇവരൊരു തലക്ക കൂടെ ആ പിശാച്ചിനെ ഉപയോഗിച്ചാണ്ട് ഒരാളെ ഉപദ്രവിക്കും, വേറൊരു തലക്ക കൂടെ അതേ പിശാച്ചിനെ ഉപയോഗിച്ചാണ്ട് തന്നെ ഒരാ ഉപദ്രവമാണ് മാറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കലാപരിപാടി ഉള്ളത്. ഏതുപോലെ ഞാൻ ഇതിൻ്റെ ഗുണ്ടയാണ്, ഞാൻ എന്നെ കൊണ്ടുപോയിണ്ടിട്ട് എന്നോട് പറയാണ് ഇവനെ രാത്രി ഇരുട്ടത്ത് ഇവന് നാലെണ്ണം കൊടുക്കും. ആ പവൻ പിറ്റിയെന്ന് പരാജയത്തിട്ടാണ് ഇന്നലെ രാത്രി ആരോ തച്ച്. അപ്പം ആരാണ്? അപ്പം എവിടെ? എൻ്റെ അയൽവാസിൻ്റെ അടുത്ത് വന്നതാ. എൻ്റെ അയൽവാസിനോട് പറഞ്ഞു, മോനെ ഏസാ അലമ്പാണ്, ഓനക്ക് 4 കൊടുക്കണം. ഞാൻ എൻ്റെ ഗുണ്ടനെ പറഞ്ഞേച്ചു പോയിക്കോറ്. ഞാൻ എൻ്റെ ഗുണ്ടനെ എന്നെ പറഞ്ഞേച്ചി, ഞാൻ എനിക്കെല്ലാം മനസ്സിലൊക്കെ ഉണ്ടല്ലോ, എന്നെ പറഞ്ഞേച്ചി ഇവൻ രാത്രി വിശ്വാസക്കാരം കഴിഞ്ഞ് പോണ പോക്കിൽ കുണ്ടനാച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ഓനായിട്ട് ചവിട്ടിയാണ് കൂട്ടി. അപ്പോൾ അവന് മനസ്സിലായി ഇത് അയൽവാസി മറ്റോ തന്ന പണിയാണ്. അപ്പം അവനും വരണതിൻ്റെ അടുത്താണ്. എന്നാണ്ട് പറയണേ ഇന്നെ മറ്റേ നമ്മളെ അയൽവാസിയാണ് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണ് തന്നെ. അവനെ നമുക്ക് പരിഹാരം പിറ്റേന്ന് രാത്രി എന്നെ പറഞ്ഞ പോൻ്റെ ഓഹാന് രാവിലെ സുബഹിസ്കരിച്ച് വരുന്ന സമയത്ത് ഓഹാനെ അതേ കൊണ്ടുവച്ചിട്ട് ചവിട്ടി കൂട്ടും. ഇതാണ് പരിപാടി. ഈ ചേക്കുട്ടിനെ വിട്ടാണ് ഉപദ്രവിക്കും, ചേക്കുട്ടിനെ കൊണ്ട് ഇഞ്ഞി മതി നിർത്തിക്കളങ്ങോട്ട് പോരുമെന്നും പറയും. ഇതാണ് ഇപ്പോൾ നടക്കണേ പരിപാടികളിൽ വലിയ ഒരിത്. വേറെയും കാഫര്യങ്ങളുടെ ആരാധ്യ വസ്തുക്കളായിട്ടുള്ള വരുന്ന ഇവരുണ്ട്, ശീതാമാരുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഈ പരിപാടിയാണ് ഇവിടെ നടന്നു കൊടുക്കുന്നത്. കരിൻകുട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. മുസ്ലിം നാമധാരികളായ ആളുകൾ, അവർ പച്ച കാഫര്യങ്ങളാണ്, മുശ്രിക്കീങ്ങളാണ്. അവർ നടത്തുന്ന ജിന്ന് സേവ. ഈ സേവ കൊണ്ട് സേവകരെ കൊണ്ട് കയ്യും കാലം എടുത്തേക്കാൻ പറ്റും. ഇവിടെ പോലെ ഒരു സംസ്ഥാന സമ്മേളനം വിളിച്ചുകൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ കോഴിക്കോട് കടപ്പുറം മതിയാവില്ല. അത്രയും സേവക്കാരാണ് ഇവിടെ ഉള്ളത്. അങ്ങനത്തെ ഒരു നാട്ടിൽ ഇങ്ങനത്തെ ഒരു ചർച്ച ഇവിടെ എടുക്കാൻ പാടില്ല. ഇവിടെ ജിന്നിനോട് ചോദിക്കുന്നതിൻ്റെ വിധി എന്താണെന്ന് വെച്ചാൽ അത് ശിർക്ക് തന്നെയാണ്. ക്ലോസ്, ചാപ്റ്റർ ക്ലോസ്. നീ വേറെ ചോദ്യം പണ്ടത്തിരുന്ന ആ പരിപാടി ശിർക്ക് തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടി. പക്ഷേ ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഓനോട് ഇസ്ലാമെന്ന് ഓർത്തൊന്നും പോകില്ല. ഓൻ ആ വിഷയം കുറച്ചും കൂടി ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ചുഴിഞ്ഞന്വേഷിച്ച് അതിനകത്ത് ശിർക്കാവുന്നതും ശിർക്കാവാത്തതുകൊണ്ടും അങ്ങനെ മൊത്തം അങ്ങനെ പറയാൻ പറ്റില്ല എന്ന രൂപത്തിൽ ഒരു സംസാരം നടത്തിയാൽ അതിനെക്കുറിച്ച് നമ്മൾ ഓൻ ഇസ്ലാമെന്ന് ഓർത്താണ്, ഓന് സലഫിയത്ത് ഓർത്താണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇവിടെ പറയാൻ പാടില്ലാത്ത, ഇവിടുത്തെ ഈ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കാതെ ഉള്ളൊരു വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദർസ് ക്ലാസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാമെന്നല്ലാതെ പുറത്ത് നാട്ടുകാരോട് പറയാൻ പറ്റില്ല. സാധാരണക്കാരായ ആളുകളെ ഈ തോന്നിവാസത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും വിലക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മറ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇതിനോട് ചോദിക്കുന്നത് ശിർക്കാവുന്നതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. ശിർക്കല്ല ഞാൻ മതി എന്നാൽ പിന്നെ അതിന് പിന്നാലാണ് പീക്കാളൂ, പച്ച ഹറാമിൻ്റെ പിന്നാലെ പീക്കാളൂ. അത് പിന്നെ ലാസ്റ്റ് അവൻ ഷിർക്കിലേക്ക് ചെന്നെത്തുന്ന അവസ്ഥ വരും. ഇവരെന്നെ പറഞ്ഞാൽ വസീലത്തിനുള്ള ഷിർക്കാണ്, ഷിർക്കിലേക്ക് ചെന്നെത്തുന്ന സംഗതിയാണ്. ശരി തന്നെയാണ്. ജിന്നിൻ്റെ കയ്യിൽപ്പെട്ട സംഗതികൾ ജിന്നിനോട് ചോദിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇവനിങ്ങനെ ആ ജിന്നിനെ വിളിച്ചിരുത്തലും ജിന്നിനോട് ചോദിക്കലും ആദ്യം അവനെ കൈവപ്പെട്ട ചോദിക്കലാവും. പിന്നെ അങ്ങനെയാണ് പോകും. ഒരു കടുത്ത ഹറാമ് അത് ചെയ്ത് പിന്നെ ഓന് ഷിർക്ക് ചെയ്യാൻ മടിയില്ലാതാവും. ഷിർക്കിലേക്ക് കൂപ്പൂത്തി പോവും. ജിന്ന് സേവക്കാരായ ആളുകളുടെ അടുത്ത് കുറെ കൈവപ്പെട്ട ചോദിക്കാലെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിൽക്കണം. ഹറാമല്ലല്ലോ, ചെറിയ സംഭവമല്ലേ, നമ്മൾ ആൾക്കാർക്ക് കാണാനല്ല. ഹറാമ് ചെറിയ സാധനമല്ല. ഷിർക്ക് പിന്നില്ല, ഷിർക്ക് പേടിയില്ല. ഹറാമ് തീരെ പേടിയില്ല ആൾക്കാർക്ക്. അത് നമ്മളെപ്പോഴും ചെയ്യണമല്ലേ ഹറാമ്. പ്രശ്നം ചെയ്യാം. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ എത്തിയാണ് ആളുകളുടെ അവസ്ഥ. അപ്പം അങ്ങനത്തെ ഒരു നാട്ടിൽ അങ്ങനത്തെ ഒരു ആളുകൾ പറ്റേ ഈമാനികമായിട്ട് ദുർബലപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഷിർക്കാണ്, കുഫ്റാണ്, പോകാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ ആളുകളെ പറഞ്ഞു തടുക്കണം. അങ്ങനെയാണ് വേണ്ടത്.
നഅം തമാരീൻ സരിഫിൽ അഫ്ആൽ അൽ ആതിയ താഴെ വരുന്ന ഫിഅലുകൾ സർഫാക്കിക്കോ ഇലൽ മാദി മാദിയിലേക്ക് വൽ മുദാരിഇലേക്ക് ഖദ്ദിം എന്ന അംറു ഫിഅൽ സരിഹ് തആവനു തനാഫസു ഖാതിൽ ഉൻസുർ അലം ഇംന അലിൻ ഇങ്ങനെ ഈ അംറു ഫിഅലുകളൊക്കെ മാദി മുദാരിഉം സർഫാക്കി കൊണ്ടുവരണം. ഇനി അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ ഒക്കെ അമ്രും സർഫാക്കി കൊണ്ടുവരണം. എന്റെ വക പോരാത്തതിന് അടുത്ത വക നാളെ ലീവല്ലേ അടുത്ത വക എന്ത് ഇതിന്റെ ഒക്കെ അർത്ഥം എഴുതി കൊണ്ടുവരണം. أربعة أمثلة لصيغ الأمر فيها همزة وصل. ഇനി 4 ഉദാഹരണങ്ങൾ വസ്ലിന്റെ ഹംസ ഉള്ള അംറു ഫിഅലിന് 4 ഉദാഹരണം. അത് സുഖാണല്ലോ, ഇതിന് ഏതെങ്കിലും 4 നോക്കി പൊറിക്കേണ്ടി ഇരിക്കാൻ. പിന്നെ ഇദ്രിബ് അർബഅത്ത് അംസലത്തി ലിസിയഗിൽ അംരി ഫിഹാ ഹംസത്തു ഖത്ഇൻ ഖത്ഇന്റെ ഹംസ ഉള്ള 4 ഉദാഹരണം. അത് അഫ്അല വസനിലുള്ള ഒരു 4 ഫിഅൽ കണ്ടെത്തുക, എന്നിട്ട് അതിന് അംറ് ഉണ്ടാക്കിയാൽ മതി. ഒന്നാ കിരീം, ബാക്കിയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.